സമതായവനേ യാ അല്ലാ, എലിന്ത ഉടലെ വീണ്ടും ഉയർത്തെന്നെലിപ്പിടുവോനേ യാ അല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. ഇപ്പൊ ഈ പാട്ട് എന്തിനാന്നായിരിക്കും അല്ലേ? അതെ, ചില ട്വിസ്റ്റുകൾ വരുന്നുണ്ട്, കംപ്ലീറ്റ് ട്വിസ്റ്റുകളാണ് വരുന്നത്. ഇന്നലെ ഏതോ ഒരു ന്യൂസിൽ കണ്ട് എടുത്തതാണ്. അതായത് ഈ ഒരു ഞാനിപ്പോൾ തുടക്കത്തിൽ പാടിയ പാട്ട് നാഗൂർ ദർഗയിലെ സൂഫി പാട്ടായിട്ടാണ് ആദ്യം വന്നത്. 1970കളിൽ അവിടെ പാടി കേട്ടൊരു പാട്ടാണ്. ഈ പാട്ട് കേട്ടിട്ടാണ് തമിഴിലെ എന്താ പറയുക, ഉളുന്തൂർ പേട്ട ഷൺമുഖം ഈ പാട്ട് ഈ ട്യൂൺ എടുത്തിട്ടാണ് അയ്യപ്പ ഭക്തിഗാനമായിട്ടുള്ള സ്വാമിയെ അയ്യപ്പ എന്നുള്ള പാട്ട് എഴുതിയതെന്നും പറഞ്ഞിട്ട് ചില നെറേറ്റീവ്സ് കണ്ടു. സത്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ ഈ പാട്ടിന്റെ ഒരു ഓൾഡ് വേർഷൻ അവർ വെച്ച് തന്നിട്ടുണ്ട്. ഒരുപാട് പഴയ പാട്ടാണ് അത് കേട്ടോ. അത് കാണുമ്പോൾ നമുക്കറിയാം പഴയ ഒരു റെക്കോർഡിങ്സ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഏതായാലും ഞാൻ വെക്കുന്നുണ്ട് കാക്ക, ഇനി ഇതിന് കേസ് കൊടുക്കൂലല്ലേ? പേടിയാണ്, എന്ത് തൊട്ടാലും കേസാണ് ഇവിടെ. സഖാക്കളെ, പണിയൊന്നും പറ്റിക്കല്ലേ കേട്ടോ, കേസൊന്നും കൊടുക്കല്ലേ. ഇത് നിങ്ങളെ പാട്ടല്ല. നിങ്ങൾക്ക് അയ്യപ്പ ഭക്തിഗാനം അല്ലെങ്കിൽ പോറ്റിയെ കയറ്റിയപ്പോഴാണല്ലോ ബുദ്ധിമുട്ടായത്. അതുകൊണ്ട് ഇതിൽ കേസൊന്നും കൊടുക്കരുത്. ഇത് കുറേ പഴയ പാട്ടാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. കാരണം നിങ്ങളെ സത്യത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. നിങ്ങൾക്ക് എന്തിനൊക്കെ പേടിയാണ്. നിങ്ങൾക്ക് കറുത്ത കാക്കനെ പേടിയാണ്, കറുത്ത ഷർട്ട് പേടിയാണ്, കറുത്ത കർച്ചീഫ് വരെ നിങ്ങൾക്ക് പേടിയാണ്. നിങ്ങളെ പേടി വരുന്നത് നിങ്ങളുടെ ആ ഡബിൾ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, ചങ്കനോ എന്തോ, അവിടെ നിന്ന് വരുന്ന പേടിയാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാത്തിനെയും പേടിയാണ്. മൈക്ക് ഓൺ ആയാൽ നിങ്ങൾക്ക് പേടിയാണ്, മൈക്ക് ഓഫ് ആയാൽ നിങ്ങൾക്ക് പേടിയാണ്. റോഡിന്റെ സൈഡിൽ ഏതെങ്കിലും കോൺഗ്രസിന്റെ പ്രവർത്തകർ നിന്നാൽ നിങ്ങൾക്ക് പേടിയാണ്, അവർ ഓടിയ പേടിയാണ്, എന്ത് ചെയ്താലും നിങ്ങൾക്ക് പേടിയാണ്. നിങ്ങൾക്ക് തൊട്ടാ പേടിയാണ് ഇപ്പോൾ. കാരണം അത്രയും നിങ്ങൾ ചെയ്തു കൂട്ടി. നിങ്ങൾ അത്രയും കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തു കൂട്ടിയതിനു ശേഷം ഇപ്പം നിങ്ങൾക്ക് തൊട്ടാ പേടിയാണ്. എന്തിനെ കണ്ടു കഴിഞ്ഞാലും പേടി. എന്ത് കണ്ടു കഴിഞ്ഞാലും പോലും സ്വർണം ഗോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഞെട്ടി എണീക്കുക സഖാക്കൾ എന്നാണ് കേട്ടത്. 2-3 കട്ടതിന്റെ ഭാഗമായിട്ട് ബാക്കിയുള്ളവന്മാർ ഞെട്ടി ചെയ്ത് നിൽക്കുക. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഹിന്ദുക്കളുടെ അട്ടിപ്പേറ അവകാശം എടുത്തു എന്ന് പറയപ്പെടുന്ന ഈ സംഘികൾക്ക് പോലും ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് വന്നത്. രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ പേരിൽ, ഈ ഒരു പാട്ടിന്റെ പേരിൽ മതം അല്ലെങ്കിൽ മതങ്ങൾ തമ്മിൽ വൈര്യം ഉണ്ടാവുന്നുണ്ട്. അതല്ലെങ്കിൽ അത് ഒരു ഹിന്ദു സമൂഹത്തിനെ തന്നെ ഇല്ലാണ്ടാക്കുന്നതെന്നും പറഞ്ഞ് നിങ്ങൾ കൊടുത്ത കേസേ ഇതേ സ്ഥാനത്ത് സംഘികൾ കൊടുക്കേണ്ട കേസ്. അവർക്ക് പോലും മനസ്സിലായി ഇത് വെറും ഒരു പാട്ടാണ്. ഇത് ചെയ്ത ഈ പാട്ടിൽ എഴുതിയ ഓരോ വരികളും സത്യമാണ്. കട്ട് കൊണ്ടുപോയ സ്വർണത്തിനേക്കാളും പേടിയാണ് നിങ്ങൾക്ക് പാട്ട് എഴുതിയപ്പോൾ. അതാണ് നിങ്ങൾക്ക് നിങ്ങളെ നിക്കക്കളില്ലാത്ത ഈ അവസ്ഥയിലോട്ട് നിങ്ങളെ എത്തിച്ചത്. നിങ്ങൾ നോക്ക്, CPM ഏതൊരു നേതാക്കളെയും കഴിഞ്ഞ 2 ദിവസമായിട്ട് ഡിബേറ്റിൽ വന്ന് ഇരിക്കുന്ന സമയത്ത് ഉളുപ്പില്ലാണ്ട് ചെറ്റത്തിര പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പാട്ടിന്റെ പേരും പറഞ്ഞിട്ട്. അത്രയ്ക്ക് ഉളുപ്പില്ലാത്തവന്മാരായി മാറിയിട്ടുണ്ട് അവന്മാർ. 10 കൊല്ലം ഭരിച്ച് കട്ട് കണ്ടാമൃഗങ്ങളെ പോലെ എന്ത് ഉളുപ്പില്ല, എന്ത് ചെറ്റത്തിര ഞങ്ങൾ വായുകൊണ്ട് പറയുമെന്ന് പറഞ്ഞ അവസ്ഥയിലോട്ട് സഖാക്കൾ എത്തിച്ചിട്ടുണ്ട്. ഇപ്പം ഇത്രയും നാണം കെട്ടിയിരിക്കുന്ന ഒരവസ്ഥ. അതായത് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ ത്രിപുരയെന്നും നിങ്ങൾ ഈ പറഞ്ഞ ബംഗാൾ എന്നൊക്കെ നിങ്ങൾ ഇല്ലാണ്ടായിരുന്നില്ല, അതേ അവസ്ഥയിലോട്ട് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കേരളത്തിലും കൂടെ അതേ ബാക്കി ഉണ്ടായിരുന്നു. കേരളം മാത്രം ഒരു കച്ചിത്തിരുമ്പ ഉണ്ടായിരുന്നു, അതും കൂടി കയ്യിൽ നിന്ന് പോവുക. സഖാക്കളാന്ന് കാണുമ്പോൾ തന്നെ ആൾക്കാർ കാർക്കിച്ച് തുപ്പുന്ന ലെവലിലോട്ട് നിങ്ങൾ തരംതാന്നിരിക്കുന്നുണ്ട്. 2 ദിവസം മുമ്പാണ് IFFKയിൽ ഈ പറഞ്ഞ സംഘി സെൻസർ ചെയ്ത 19 സിനിമകൾ സംഘികൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സംഘി ജൂറികളെ ഒഴിവാക്കിയിട്ടുള്ള സിനിമകൾ ഞങ്ങൾ പ്രദർശിപ്പിക്കും, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഒലിച്ച് തുപ്പി ഇറങ്ങി വന്നിട്ട് അത് പ്രദർശിപ്പിക്കാൻ വേണ്ടി നടന്ന നമ്മുടെ മന്ത്രിമാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ കേരളം ഭരിക്കുന്ന മന്ത്രിമാരും സഖാക്കളും ഇറങ്ങി അതേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വെറും ഒരു തുരുമ്പ് മാത്രമേ ഈ പാട്ടിലുണ്ടായിരുന്നുള്ളൂ. എവിടെ പോയി നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം? അയ്യപ്പനെ ആർത്തവരത്വത്തിൽ മുക്കിയിട്ട് കോളേജിന്റെ മുമ്പിൽ കൊണ്ട് ഇരുത്തിയപ്പം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങ് മറ്റൊടുത്തെ ഒലക്കലെ വീക്ഷണം. എവിടെ പോയി നിങ്ങൾക്ക്? ഈ പാട്ട് എഴുതിയപ്പോൾ നിങ്ങൾക്ക് അതൊന്നും വന്നില്ലേ? രഹ്ന ഫാത്തിമേനെയും അതുപോലെ തന്നെ മറ്റേ പല ടീമിനെയും നിങ്ങൾ അത് കയറ്റി വിട്ടിരുന്നു അയ്യപ്പന്റെ സന്നിധിയിലോട്ട്. അന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലേ? വിശ്വാസികൾക്ക് വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ചിന്തകളും ചിന്താഗതികളും ഒന്നും നിങ്ങൾക്ക് അന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് താത്വികമായിട്ടുള്ള എന്തോ ചിന്താശേഷി എവിടുന്നോ കയറി വന്നു. അപ്പോൾ അതോടുകൂടി നിങ്ങളങ്ങ് നാണുണ്ടോ? നിങ്ങൾക്കൊക്കെ ഒരു ഇച്ചിരിയെങ്കിലും നാണുണ്ടോ? ഏതായാലും ഞാൻ ഈ തുടക്കത്തിലുള്ള പാട്ടുമ്മൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാക്കൂലായിരിക്കും. കുറെ മുമ്പ് എഴുതിയ പാട്ടാന്ന്. ആ പാട്ടിൽ നിന്നാണ് ഈ അയ്യപ്പ ഭക്തിഗാനം വരുന്നു എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അല്ലെങ്കിലും ആണെങ്കിലും ഈ പാട്ടുകളൊക്കെ ഇവിടെ കൊല്ലങ്ങളായിട്ടുള്ള പാട്ടാണ്. ഇതിൽ പാരഡികൾ തിരിച്ചും മറച്ചും പലതും ഉണ്ടായിട്ടുണ്ട്. അതിവിടെ ദൈവത്തിനെ പറയിപ്പിക്കാൻ അല്ലെങ്കിൽ വിശ്വാസത്തിനെ ഇല്ലാണ്ടാക്കാനും ഒന്നുമില്ല. അത് വിശ്വാസികൾക്കും അറിയായിരുന്നു, പാട്ട് എഴുതിയവർക്കും അറിയായിരുന്നു. അത് എഴുതാതെ അല്ലെങ്കിൽ അറിയാണ്ട് പോയത് വെറും അന്തം കമ്മികൾ എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അന്തരാണ് നിങ്ങൾ. അന്തം കമ്മികൾ. കമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര അന്തമില്ലാത്തവരാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന
ഒരു കൂട്ടം കമ്മികളാണ് നമ്മുടെ കേരളം ഭരിക്കുന്നതും ആ കേരളം ഭരിക്കുന്ന കമ്മികൾ അന്തം കമ്മികൾ ഇട്ട് തരുന്ന ക്യാപ്സ്യൂൾ അതുപോലെ വിഴുങ്ങിയിട്ട് ഡബിൾ അന്തം കമ്മികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കുറെ കോമറേഡുകളായിട്ടുള്ള കോമാളികൾ. നമ്മുടെ നാടിന്റെ അവസ്ഥയാണ്. ഈ പാട്ടിന് കേസ് കൊടുത്ത് അതിന്റെ പിന്നാലെ ഇപ്പം ഉള്ളിപ്പ് എന്ന് പറഞ്ഞ സാധനം ലെവലേശം തോണ്ടിയിട്ട് പോലുമില്ല നീയൊന്നും. ഇത്ര പച്ചക്ക് നിങ്ങളോട് പറയേണ്ടി വരുന്നത് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങളെ കാണുമ്പോൾ ഒരുതരം ഈ അയിത്തം പിടിച്ച ആ ഒരു ജാതി ശേഷി പണ്ട് ആൾക്കാർ എങ്ങനെയാണോ കണ്ടത് അതുപോലെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അയിത്തം പിടിച്ച സാധനങ്ങളായിട്ട് മാറ്റി നിർത്താൻ സമൂഹത്തിൽ നിന്ന് അത്രക്ക് തരംതാന്ന ഐറ്റങ്ങളായി മാറിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ. സത്യം, നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് നോക്ക്. തോൽവി അങ്ങ് കയറി തോറ്റ് തുന്നം പാടി അപ്പിയിലിട്ട് കുളിക്കുക അല്ലെങ്കിൽ അപ്പിയിലിട്ട് മെഴുകുന്ന നിങ്ങൾ ഈ ഒരു സാധനം കിട്ടിയപ്പോൾ അഥവാ പിടിച്ച് തൂങ്ങില്ലേ? നിങ്ങളിട്ട് അപ്പിയും കൂടെ ബാക്കിയുള്ളവൻ്റെ മേലെ തേക്കേണ്ട വല്ല കാര്യമുണ്ടോ? തുന്നം പാടിയല്ലേ ഇരിക്കുന്നത്. ആ അപ്പി വാരി തിന്ന് അവിടെ അങ്ങ് ഇരുന്നാൽ പോരായിരുന്നു. അതിൻ്റെ മേലിൽ കയറി ബാക്കിയുള്ളവൻ കൂടെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി വരേണ്ട വല്ല കാര്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? കഷ്ടം. ഇതുപോലത്തെ ജന്മങ്ങളായി പോയല്ലോ നിങ്ങൾ. ഒരു തിരി പോലും നാണവും മാനവും ഉളുപ്പും ഒരു സാധനവും വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത അന്തം കമ്മികൾ, നല്ല ഒന്നാം തരം അന്തം കമ്മികൾ. സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പണിയെടുക്കുന്നത് ഈ പറഞ്ഞ സംഘപരിവാറിന് വേണ്ടിയിട്ടാണ് തോന്നിപ്പോകുന്നത്. അതെ, നിങ്ങൾ കുറെ കൊല്ലങ്ങളായിട്ട് നിങ്ങളും സംഘപരിവാറും കൂടെ ഉള്ളിൽ കൂടെ പാലിട്ട് കളിക്കുന്ന കളി നമുക്കറിയായിട്ടൊന്നുമില്ല. പലരും അത് പച്ചക്ക് കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളില്ല, നിങ്ങൾ തള്ളിക്കോന്നും പറഞ്ഞ് നിങ്ങളുടെ മുമ്പിലോട്ട് ഏതായാലും നിങ്ങൾ തോറ്റ് തുന്നം പാടിയിരിക്കുക, ഇനി നാണം കെടാനൊന്നും ഇല്ലടോ, അങ്ങോട്ട് തള്ളിക്കോന്നും പറഞ്ഞിട്ട് സംഘപരിവാരെ നിങ്ങളെ കൊണ്ട് തള്ളിച്ചതാന്ന് തോന്നിപ്പോവും. കാരണം അവർ വാ തുറന്ന് പറയേണ്ട കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് നാണുണ്ടോ? ഉള്ളിൽ കൂടെ ഇമ്മാതിരി CJP പാലം വലിച്ചുകൊണ്ടിരിക്കാൻ നിനക്കൊക്കെ നാണുണ്ടോ? പണ്ട് ശംഷീർ ഗണപതി മിത്താന്ന് പറഞ്ഞിട്ട് അതിൽ കൊല കുത്തിയിട്ട് നിങ്ങളെല്ലാവരും കൂടെ ആവേശ പുളകിതരായിട്ട് നടന്നിരുന്നു കുറേ കാലം. എൻ്റെ അന്നില്ലാത്ത ഇതൊക്കെ ഇപ്പൊ ഇന്ന് എവിടുന്ന് കയറി വന്ന് ഇപ്പൊ വ്യക്തമായി നിങ്ങളുടെ അകത്തുള്ള വർഗീയ വിഷം എത്രത്തോളം ഉണ്ട്. നിങ്ങൾ പുറത്ത് കാണിക്കുന്ന സോഷ്യലിസവും കമ്മ്യൂണിസവും എല്ലാം നിങ്ങളുടെ ഉള്ളിൽ എന്നുള്ളത് മനസ്സിലായി. കേരളത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന വെറും ഒരു ഉച്ചാളി പാർട്ടിയെ നിങ്ങൾ മാറി എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആ ഒരു ചിന്ത നിങ്ങൾക്ക് എപ്പോഴും വന്നിട്ടുണ്ടോ? ഇന്ത്യയിൽ എവിടെയും നിങ്ങളില്ല. കംപ്ലീറ്റ് മായ്ച്ച് തേച്ച് നിങ്ങളെ വിട്ടിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ മാത്രമാണ് നിഗളിച്ച് നടക്കുന്നത്, അതുപോലും ഇപ്പം ഇല്ല എന്ന് കണ്ടപ്പം ഇനിയിപ്പോൾ ഏതായാലും സംഖ്യകളെ കൂടെ അപ്പോൾ സംഖ്യകൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിച്ചോളാം എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വന്ന്. അതാണ് അവർ സംസാരിക്കുന്നില്ല, ഞങ്ങൾ സൈലൻ്റ് ആയിക്കോളാം, നിങ്ങൾ ചാമ്പിക്ക് ഏതായാലും നിങ്ങളെ നാണം പോയി നാറ്റിച്ച് കേസ് ഇരിക്കുകയാണ്, ഇനി ഏതായാലും നിയമസഭ ഒക്കെ വരുന്നുണ്ട്, ഇല്ല കുറച്ച് സീറ്റ് ഞങ്ങൾ കുറച്ച് വോട്ട് നിങ്ങൾക്ക് തരാം എന്നും പറഞ്ഞിട്ട് ഇമാതിരി ഊച്ചാളിത്തരം കാണിക്കരുത് കേട്ടോ. നിങ്ങളപ്പോൾ സത്യത്തിൽ വിളിക്കാൻ തോന്നുന്നത് വീർ സഖാക്കൾ. വീർ സവർക്കർ അല്ല, വീറും വേണം സഖാക്കളും വേണം. അതാണ് കറക്റ്റ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ സംഘപരിവാർ. നിങ്ങൾ അതായത് CPM സംഘപരിവാർ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് വീർ സഖാക്കളാണ്, വീർ സവർക്കർ അല്ല. അപ്പം വീർ സഖാക്കളെ ലാൽ സലാം എന്ന് മാറ്റി ലാൽ സംഘി സലാം എന്നാക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ വെച്ചോ.